നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് നോക്കാം. ഇന്ന് ടാരോയുണ്ട്, ഒറാക്കിളുണ്ട് കേട്ടോ. ടാരോ ഒന്നും കൂടി എടുക്കട്ടെ. ബോട്ടം ഓഫ് ദി ഡെക്ക് ഹെർമിറ്റ്. ഓക്കെ, ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. മെസ്സേജസ് ആദ്യം ഒറാക്കിൾ നോക്കാം. ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ഫീലിംഗ്, സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ്, അത് അവരെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്നു കേട്ടോ. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നു, നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിങ്ങളുടെ ഇടയിൽ ഒരു സോൾ ടൈ ഉണ്ട് എന്ന് തന്നെ അവർ കരുതുന്നു. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും അധികം പാഷൻ അവർക്ക് ഇതിനു മുന്നേ ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അവർ കുറച്ചുകൂടി ബെറ്ററായിട്ട് അവരുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണമായിരുന്നു എന്ന് അവർ കരുതുന്നു. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. എന്തോ ഒരു സംഭവം പാസ്റ്റിൽ നടന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, അത് ഇല്ലാതിരുന്നെങ്കിൽ, അത് നടക്കാതിരുന്നെങ്കിൽ എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. തെറ്റുകൾ തിരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഹെർമിറ്റ് ആയിരുന്നു കേട്ടോ. 7 ഓഫ് കപ്സ്, മൂൺ, 8 ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, 2 ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്. ഓക്കെ, വല്ലാതെ ഒരു മിസ്സിങ് എനർജിയിൽ അവർ ഇരിക്കുന്നതായിട്ട് കാണുന്നു. എന്തോ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ, ക്രോസ് റോഡ് സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, എന്തായാലും ഒരു മിസ്സിങ് എനർജി, ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അവരെന്തോ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, തീരുമാനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ 2 ചോയ്സസിൻ്റെ ഇടയിൽപ്പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായിട്ട് ഒരു ഒറ്റപ്പെടലാണ്. അവർ എവിടെ ആയാലും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി തനിയെ ഇരുന്ന് ആലോചന എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും. ഓക്കെ, മൂന്ന് വെച്ചിട്ട് മിസ്സിങ് എനർജി വളരെയധികം ഉള്ളതായിട്ടും കാണുന്നു. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള ആഗ്രഹം വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നു എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാൽ അവർ പറയുന്നത് അൾട്ടിമേറ്റ്ലി ദേ ലവ് യു കേട്ടോ. ഐ ലവ് യു എന്ന് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഇപ്പോഴും. പലരും അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ഒരു അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കും പോലെ. ഓക്കെ, അവർ ചിന്തിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങളോട് അപാരമായ സ്നേഹവുമുണ്ട്. കൺഫ്യൂസ്ഡാണ്, അവർക്ക് ഇത്തിരി സമയം കൊടുക്കൂ കേട്ടോ.